ഒരു മിനിറ്റ്. അങ്ങോട്ട് കാണാ ശരിക്കോ? ഇത് കാശ്മീർ. ആ ടിക്കറ്റ് എങ്ങനെ? ശരിക്കും ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങളിപ്പം ഡൽഹിയിലെത്തി. നമ്മൾ ഡൽഹിയിലെത്തുമ്പം ഒരു 11:30 മണിയൊക്കെ ആയിരുന്നു. നമുക്ക് ഇനിയിപ്പോൾ ഉള്ള ഫ്ലൈറ്റ് 3 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് 2.5 മണിക്കൂറിൻ്റെ സമയമുണ്ട്. പിന്നെ അതുമല്ലാതെ നമുക്ക് 3 മണിക്കൂർ കിട്ടിയേനെ. പിന്നെ നമുക്ക് കൊച്ചിൻ എയർപോർട്ടിൽ ഹാഫ് ആൻ അവർ ഡിലേ ആയതുകൊണ്ട് നമുക്കിപ്പം 2.5 മണിക്കൂറിൻ്റെ സമയമേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാഗൊക്കെ കളക്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ ബാഗൊക്കെ കളക്ട് ചെയ്തു. അപ്പോഴത്തേന് ജിസു എണീറ്റു. ഇനി ഇവനെ ഒന്ന് ജസ്റ്റ് ഫ്രഷപ്പ് ചെയ്തിട്ടൊന്ന് റെഡിയാക്കണം. ഒരു മിനിറ്റ്. അങ്ങോട്ട് കാണാ ശരിക്കോ? ചുമ്മാ. പിന്നെ അതെങ്ങനെ അപ്പൊ ഇതിലുണ്ട് ടിക്കറ്റ്? മറ്റേതെങ്ങനെ? ഇത് കാശ്മീർ. ആ ടിക്കറ്റ് എങ്ങനെ? പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു സർപ്രൈസ് ആണ്. പക്ഷെ ഞാൻ വിചാരിച്ചത് കാശ്മീർ പോകുന്നതെന്നാണ്. പക്ഷെ കാശ്മീരല്ല, നമ്മൾ അൽമാട്ടിയിലോട്ടാണ് പോകുന്നത്, കസാക്കിസ്ഥാൻ. ഞാൻ വിചാരിച്ച് ക്യാൻസലായപ്പം അത് മൊത്തത്തിൽ ആ പ്ലാന് പോയിരുന്നു. പക്ഷെ എനിക്കറിയാതെ ഇവിടെ കസാക്കിസ്ഥാനിലോട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. എനിക്ക് സത്യം ഇപ്പം ഞാൻ ഈ അറിയുന്നത് വരെ, ഈ നിമിഷം വരെ ഞാൻ വിചാരിച്ചത് ഇത് കാശ്മീർ എന്നാണ്. അതുകൊണ്ട് ഞാൻ കാശ്മീരിൻ്റെ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കറിയത്തില്ല കസാക്കിസ്ഥാനിലോട്ടാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസായി ഞാൻ ഇവിടെ എത്തുമ്പം ഇത് കസാക്കിസ്ഥാനിലോട്ടാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ക്യാൻസൽ ചെയ്തത്. ഇപ്പം ഓക്കെ, ഐ എം ഹാപ്പി. പിന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ നമ്മളെന്തായാലും കസാക്കിസ്ഥാനിൽ പോകുമെന്ന്. ഞങ്ങൾ വിചാരിച്ച് 3 മണിക്കൂർ ലേ ഓവർ ഉള്ളത് കൊണ്ട് നമ്മളെ കയ്യിൽ ഇത് ലോഞ്ചിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ലോഞ്ചിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് സമാധാനത്തോടെ പോകാമല്ലോ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ നമ്മളെപ്പോഴും പറയില്ല, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയല്ല ഒന്നും നടക്കുന്നത്. അത് ശരിയാണ്. നമ്മൾ അവിടെ പോകുമ്പം ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഇത് ഇമിഗ്രേഷനിൽ നിന്ന് കുറേ സമയം നിൽക്കേണ്ടി വന്നു. ഓൾമോസ്റ്റ് 45 മിനിറ്റ്സിൻ്റെ അടുത്തോളമായി. അതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കിൻ ആണെങ്കിലും അങ്ങനെ നമുക്ക് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഡൽഹി എയർപോർട്ടിൽ പൊതുവേ സെക്യൂരിറ്റി ചെക്കിൻ ഭയങ്കര സ്ട്രിക്റ്റും തോന്നുന്നു. ഫുള്ള് ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിരുന്നു. നമുക്ക് അതിന് തന്നെ നമ്മൾ കുറേ സമയം ക്യൂ നിൽക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെ നമുക്ക് ലോഞ്ചിൽ പോകാനോ എവിടെ പോകാനോ പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഇത് എല്ലാം അടുത്തടുത്തല്ല. നമ്മളിപ്പം കൊച്ചിൻ എയർപോർട്ടിലാണെങ്കിൽ നമുക്കെല്ലാം ഇങ്ങനെ മനസ്സിലാവും അടുത്തടുത്താണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഭയങ്കര ദൂരമായിരുന്നു. നമുക്ക് കുറേ നടക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ ഡൊമസ്റ്റിക് അല്ലല്ലോ പോകുന്നത്, ഇൻ്റർനാഷണൽ ആണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയം എല്ലായിടത്തും എടുത്തു. ഫൈനലി ഞാൻ കസാഖിസ്ഥാനിലോട്ട് പോവാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്ത് വെച്ചെങ്കിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇപ്പം ഇത് ക്യാൻസലായപ്പം പിന്നെയും ഞങ്ങൾ കസാഖിസ്ഥാനിലോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഇത്. അതുമല്ലാതെ നമ്മളിനിയിപ്പം കാശ്മീരെങ്കിലും ഓക്കെ, എനിക്ക് കാശ്മീരിലോട്ട് പോകുന്നത് ഞാൻ മൊത്തത്തിൽ മൈൻഡ് സെറ്റാക്കിയതുകൊണ്ട് എനിക്കതും പ്രശ്നമില്ലായിരുന്നു. ഓക്കെ, കാശ്മീരെങ്കിൽ കാശ്മീർ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാം ചെക്കിനും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു വെച്ചെങ്കിൽ ഓക്കെ, ലോഞ്ചിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലോഞ്ചിലോട്ട് പോയി. അവിടെ പോയപ്പം ഭയങ്കര ക്യൂ ആയിരുന്നു. പിന്നെ നമുക്ക് ഓരോ ഗേറ്റിൽ എത്ര മണിക്കൂർ അവിടുന്ന് പോകാനുണ്ടെന്ന് അതും കാണിക്കുമായിരുന്നു. നമ്മൾ അവിടുന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗേറ്റിലോട്ട് പോകാൻ തന്നെ 15 മിനിറ്റ് എന്തോ ഉണ്ടായിരുന്നു നടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നടന്ന് അവിടെ എത്തുമ്പോഴത്തേനും നമുക്ക് എന്തായാലും ഫ്ലൈറ്റ് മിസ്സാവുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി. പിന്നെ നമ്മളവിടെ പോകുമ്പോൾ തന്നെ കറക്റ്റ് ഫ്ലൈറ്റിന് ഗേറ്റൊക്കെ ഓപ്പൺ ആയിരുന്നു. നമുക്ക് പോകാനുള്ള എല്ലാം സമയം കറക്റ്റായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഓടിച്ചാടിയാണ് പോയത്. നമുക്ക് അത്ര സമാധാനത്തൊന്നുമല്ല, കുറച്ച് ഓടിയിട്ടൊക്കെയാണ് നമ്മൾ പോയിട്ട് അവിടം വരെ എത്തിയത്.
നമുക്ക് പിന്നെ ലോഞ്ചിൽ കയറിയിട്ട് ഫുഡ് എന്തായാലും കഴിക്കണോ അങ്ങനെയൊന്നും നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കാർഡ് ഉള്ളത് കൊണ്ട് കയറാമെന്നാണ് വിചാരിച്ചത്. എന്താ വെച്ചെങ്കിൽ നമുക്ക് വരുമ്പം വിസ്താരയിലും ഫുഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഫ്ലൈ അരിസ്ഥാൻ അതിലും നമുക്ക് എന്താ വെച്ചെങ്കിൽ ഫുഡ് ഉണ്ട്. ഇതിൽ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. വിസ്താരയിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ എന്താ വെച്ചെങ്കിൽ അതിനത്ര നമുക്ക് ജസ്റ്റ് ഒരു 3 hours ഗ്യാപ്പല്ലേ ഉള്ളൂ. അപ്പം അത് കഴിയുമ്പോൾ ഇവിടുന്ന് നമുക്ക് ഫുഡ് കിട്ടുമല്ലോ. അതുകൊണ്ട് നമുക്ക് അതത്ര വലിയ നിർബന്ധമില്ലായിരുന്നു. പിന്നെ ലോഞ്ചിൽ കയറിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇപ്പം കാർഡ് ഉള്ളത് കൊണ്ട് ഇവിടുത്തെ ഡൽഹി ലോഞ്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കണമായിരുന്നു. അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയറാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. ഇനി ഫുഡ് കഴിക്കണം. വിശപ്പൊന്നുമില്ല, എന്നാലും നമ്മൾ ഓർഡർ ചെയ്തല്ലേ, അപ്പോൾ അതെന്തായാലും കഴിക്കണമല്ലോ. അങ്ങനെ അതൊക്കെ കഴിക്കണം. എന്നിട്ട് ഇപ്പം സിസു ഉറക്കമാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് കഴിച്ചെണീച്ചിട്ട് പിന്നെ ഇപ്പോൾ ഇവൻ ഉറങ്ങുമ്പോൾ തന്നെ നമ്മളും കുറച്ച് സമയം ഉറങ്ങാൻ നോക്കണം. പിന്നെ ഇപ്പോൾ രാവിലെ ഞങ്ങൾ അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ അതുവരെയെങ്കിലും ഉറങ്ങണം. അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.